ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു പൊട്ടറ്റോയും 2 ക്യാരറ്റും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചിക്കനാണ്. നമ്മൾ എന്തോരം ചിക്കൻ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 2 പച്ചമുളക് നടുകെ കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമ്മൾ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റൂവിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്നട്ട് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നമ്മൾ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും ഒരു 4-5 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും പിന്നീട് ഒരു 1-1.5 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുക. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ആ വെള്ളവും കൂടിയിട്ട് അതിൻ്റെ ആ ഒരു വേവിച്ച വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2ാം പാൽ കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1ാം പാൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയി കേട്ടോ. ഇനി ഇത് നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്